ഇന്നലെ വൈകുന്നേരം ഞാൻ വള്ളോമ്പ്ര അങ്ങാടിക്ക് ചെന്നപ്പോൾ ഒരു ഭാഗത്ത് വണ്ടിക്കച്ചവടം, ഒരു ഭാഗത്ത് പലർക്കി പീടിയും, ഒരു ഭാഗത്ത് മെഡിക്കൽ ഷോപ്പും, ഒരു ഭാഗത്ത് ആയുർവേദ പീടി. അതിന്റെ മുന്നേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു ചെമ്പ് ഇങ്ങനെ നിൽക്കണേ. ചെമ്പിന്റെ അപ്പുറത്ത് 2 കടലാസും പെട്ടിയും 2 താടിക്കാരും പിന്നെ കുറച്ച് നാട്ടാരും. ഇതിപ്പോഴത്തെ സംഗതി അറിയാൻ വേണ്ടി ഞാൻ ഓരോരുത്തർ ഇങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ബഹുമാനത്തോടു കൂടി രണ്ടാളും ഇങ്ങനെ ഒരുമിച്ച് നിന്നാണ്ട് ചെറിയൊരു നാണവർക്ക് ഉണ്ടെങ്കിലും ഓര് പറഞ്ഞു, കാക്ക ഇത് പുല്ലാർക്ക് സമൂസ, പുല്ലാർക്ക് പൊറാട്ട, പുല്ലാർക്ക് പൈമ്പൊരി. ഓല് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി, ഇനി ഒന്നുകൂടി പറഞ്ഞുതരാം. പുല്ലാരെന്ന് ഇറങ്ങണേ പൊറാട്ടയും പഴംപൊരിയും സമോസയാണ്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിണ്ടാവും. ഓലോട് ഞാൻ വില വെച്ചു. അപ്പോൾ ഓല് പറഞ്ഞ വില എത്ര നിങ്ങൾക്ക്? 8 ഉറുപ്പ്യ. നേരെ അസറാകുമ്പോഴത്തേനും ഓല് വരും. പകരിപ്പാകുമ്പോഴത്തേനും ഓല് ചെമ്പും കൗത്തിച്ച് നേരെ പുല്ലാർക്ക് ബസ് തരും. എങ്ങനെ നിങ്ങൾക്ക് 8 ഉറുപ്പ്യക്ക് കൊടുത്താൽ ഒക്കണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഓല് ഇങ്ങോട്ട് പറഞ്ഞത്, ഞങ്ങൾക്ക് ഒക്കണതല്ല വിഷയം, ഇവിടുത്തെ പാവങ്ങൾ തിന്നോട്ടെ എന്നാ. വള്ളാമ്പുറത്തേർക്ക് ഒരു മഹിമയുണ്ട്. പുറമെന്ന് ഏത് കച്ചവടക്കാരും വള്ളാമ്പുറത്ത് നിന്ന് കച്ചവടം ചെയ്യിച്ചാണെങ്കിൽ അതാണ് വിജയിപ്പിച്ചു കൊടുക്കും. അതാണ് വള്ളാമ്പുറം. എല്ലാവരും വാങ്ങണ കൂട്ടത്തിൽ ഞാനും വാങ്ങി. നോമ്പായോണ്ട് നോമ്പ് തുറന്നിട്ടാണ് തിന്നാൻ പറ്റുക. സാധനം അടിപൊളിയാട്ടോ. ഇന്നാളെ ഇങ്ങക്ക് കേക്കണ എന്റെ കെട്ടിയോനും കൊടുന്നതിനും അങ്ങോട്ട് ഈ സമോസ 8 ഉറുപ്പ്യാണ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാ മൂലകക്കാണ്ട് ഇട്ടാളിയായിരുന്നു. തിന്ന് നോക്കുമ്പോഴല്ല റമേ അതിൻ്റെ ഒരു രസം. വെളുത്തുള്ളി, ഇഞ്ചി, അരച്ചി എത്തൊക്കെ ഇട്ടണ അറിയോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ 3 കൂടിയ സ്ഥലത്തേക്ക് പോലെ നേരെ അസുറാൻ കൊടുത്താണ്ട് വരും. മകരീബിന് വാങ്ങിക്കൊടുക്കുമ്പോഴത്തേനും ഓരോരോ കച്ചവടം കഴിഞ്ഞ് ഓര് പോകും. അതിന് മുമ്പ് വാങ്ങണം കേട്ടോ ഈ സാധനം. അപ്പോൾ മറക്കണ്ട, സമൂസ ഓരോട് വാങ്ങുക, സബ്സ്ക്രൈബേഴ്സ് ഞമ്മക്കും തരാം. മനസ്സിലായോ? ഓൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. കേട്ടോളി. സമോസ ഓലോട് മാങ്ങ, സബ്സ്ക്രൈബേഴ്സ് ഞമ്മക്കും തരാം. പൈസ ഓലെടുത്ത് കൊടുക്കാലേക്കും ഞമ്മക്ക് തരാം.